ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്നത്തെ ദിവസത്തെ നോക്കാം അല്ലേ. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ കാർഡ്സ് എന്താ പറയുന്നത്, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വരുന്ന മെസ്സേജസ്, അഡ്വൈസസ്. ഓക്കെ, സ്ട്രെങ്ത് കാർഡാണ് ഇവിടെ, വളരെ നല്ലത്. ഏസ് ഓഫ് കപ്സ്, 8 of swords, 8 of swords, 7 of wands, 5 of cups. Okay, ഓക്കെ. ഇവിടെ എനിക്ക് കാണുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് സ്ട്രെങ്ത്, നിങ്ങൾ വളരെ സ്ട്രോങ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും, എന്തും ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട്. ഇപ്പം നമ്മൾ പറയില്ലേ, പലതവണ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാലും അത് ഓവർകം ചെയ്യാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. കഴിവല്ല, ആക്ച്വലി ഇതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഉള്ളിൽ അതിന് ശ്രമിക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ വളരെയധികം ഇന്റേണലി സ്ട്രോങ് ആണ്. പുറമേ നിന്ന് നിങ്ങളിപ്പോൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ അങ്ങനെയല്ല പറയുന്നത്, ആക്ച്വലി ആരോഗ്യമായിരിക്കാം. കുറച്ച് പേർക്ക് ആരോഗ്യം ബെറ്റർ ആവുന്ന കാണുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളോ സിറ്റുവേഷൻസോ ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആവും എന്ന രീതിക്ക് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് പേർക്ക് അതൊരു അഡ്വൈസ് ഇന്ന് ഹെൽത്തിന്റെ കാര്യം എനിക്ക് ഫീൽ ചെയ്തു. ഏസ് ഓഫ് കപ്സ് ആൻഡ് സ്ട്രെങ്ത്. ഓക്കെ, മേ ബി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽത്ത് വൈസ് ബെറ്റർ ആവുന്ന ഒരു അഡ്വൈസ് ഇന്ന് കാർഡിൽ പെട്ടെന്ന് തോന്നിയതാണ്. സോ ഹെൽത്ത് ഇഷ്യൂ ആർക്കെങ്കിലും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ ആവും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ. കുറച്ച് പേര് സോറി ഇന്ന് അങ്ങനെ ഒരു മെസ്സേജ് വരുന്നു. ഓക്കെ, ഇന്ന് നിങ്ങൾക്കിപ്പോൾ വല്ലാതെ കുറച്ച് ദിവസമായിട്ട് സ്റ്റക്കായിട്ട് ഫീൽ ചെയ്തിരുന്നു, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മേ ബി വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു, ഒന്നും പുറത്തു പോയിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ആ ഹെൽത്ത് കണ്ടീഷൻ കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്തിരുന്നെങ്കിൽ അത് മാറി വരും എന്നുള്ളതാണ്. ഓക്കെ, മെയിൻ ആയിട്ട് അതാണ് നിങ്ങളോട് പറയുന്നത്. ഗിവ് അപ്പ് ചെയ്യേണ്ട, ട്രൈ ചെയ്തുകൊണ്ടിരിക്കൂ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സ്ട്രെങ്ത് വീണ്ടെടുക്കാൻ സാധിക്കും. മെഡിസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ചെയ്ത് ഹെൽത്ത് ബെറ്റർ ആവുന്ന ഒരു കാര്യം ഇവിടെ വന്നു. സോറി, മേ ബി ഇപ്പം എല്ലാവർക്കും അസുഖങ്ങൾ നടക്കുന്നുണ്ടാവാൻ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങൾക്ക് ഒരുപാട് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബെറ്റർ ആവും എന്നുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു നമ്മുടെ നോർമൽ ലൈഫിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ, യെസ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ല, എന്ത് വീഴ്ച വന്നാലും ശരി, എത്ര തവണ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നാലും ശരി, നിങ്ങൾക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരാനുള്ള ഒരു കഴിവ്, ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പുതിയ ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കരിയറിന്റെ കാര്യത്തിലായിരിക്കും, എന്ത് തന്നെയായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം എന്ന രീതിക്കാണ്. സോ ഇതുവരെ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തെങ്കിലും സ്റ്റക്കായിരുന്നു, മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തോ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇപ്പൊ തൽക്കാലം ക്ഷമയോടെ നിൽക്കൂ, നിങ്ങൾ പേഷ്യൻസോടെ നിൽക്കൂ. നിങ്ങളുടെ ധൈര്യം കൈവിടരുത് എന്ന രീതിയിലാണ്. ഓക്കെ, ധൈര്യം കൈവിടരുത്. പിന്നെ ഇവിടെ ഈ മെന്റൽ ബ്ലോക്കേജിന്റെ കാര്യമാണ് ഇത് നമ്മൾ പറയാം. ഓക്കെ, ഫിസിക്കലി മാത്രമല്ല മെന്റലി കൂടി നമ്മൾ ബ്ലോക്കേജ് പറയാം. അതായത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ എന്തിലോ പെട്ട് നിൽക്കുകയാണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ സാധിക്കില്ല എന്ന രീതിക്ക് നിങ്ങളാണ് ചിന്തിക്കുന്നത്. ഓക്കെ, ബട്ട് ഇതെപ്പോഴും നമ്മുടെ മൈൻഡിന്റെ റെസ്ട്രിക്ഷൻ ആണ്. ഇതിലെപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിൽ നമുക്ക് പുറത്ത് വരാൻ സാധിക്കും. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യം വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയാം. എൻ്റെ ഇവിടെ അവനവന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് സിറ്റുവേഷനിലാണ് പെട്ട് നിൽക്കുന്നത്, അവിടെ നിങ്ങളൊന്ന് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് നിങ്ങളുടെ മെന്റൽ ബ്ലോക്കേജ് ആണെങ്കിലും ശരി, നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്, നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് അവനവന് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പൊ റെസ്ട്രിക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് തന്നെയായാലും ശരി, നിങ്ങൾക്ക് തോന്നുന്നു പുറമേ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്യുന്നു എന്നല്ല, എന്തിൽ നിന്നും മറികടക്കാൻ ആക്ച്വലി പറയുന്ന ഒരു കാര്യം ഞാനെപ്പോഴും ഇതിനൊരു ഇത് പറയാറുണ്ട്. സാഹചര്യമാണ് പ്രശ്നം, നമ്മളെല്ലാവരും എളുപ്പത്തിൽ പറയും. ഓക്കെ, ബട്ട് സാഹചര്യം ഒരിക്കലും ഒരു തടസ്സമല്ല. ഓക്കെ, ആ സാഹചര്യം മറികടക്കാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ആ ഒരു ധൈര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്തും സിറ്റുവേഷൻ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ഏതൊരു സിറ്റുവേഷൻ നിങ്ങൾക്കത് എത്രത്തോളം വേണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു കാര്യം വേണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ അതിനു വേണ്ടി എന്ത് റിസ്ക് എടുക്കും എന്നുള്ളത്. ഓക്കെ, എന്തും നിങ്ങൾ ചെയ്യാൻ മടിക്കില്ല. ഞാൻ പറയുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നു. നിങ്ങൾക്ക് അത്രത്തോളം വേണം
എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്തിരിക്കും. എങ്ങനെയായാലും ശരി, എന്ത് തടസ്സം ഉണ്ടെങ്കിലും ശരി, അതങ്ങനെയാണ്. സോ ആ നിങ്ങളുടെ കാര്യം, നിങ്ങൾ എന്ത് കാര്യത്തിനെയാണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യം നിങ്ങൾക്ക് എത്ര പ്രയോറിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ മാറ്റർ. അല്ലാതെ ഒരിക്കലും സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സമല്ല. സാഹചര്യങ്ങൾ എപ്പോഴും മറികടക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് തടസ്സങ്ങൾ യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരുന്നത്. നിങ്ങളത് മറികടന്ന് നിങ്ങൾ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എത്ര എഫേർട്ട് എടുക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ മൈൻഡ് ബ്ലോക്കേജസ് ആണ് ഇവിടെ. മൈൻഡ് ബ്ലോക്കേജസ് ഓവർകം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊരു യൂണിവേഴ്സ് ഇവിടെ ഒരു അഡ്വൈസ് തരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കൊണ്ട്, ഇന്നർ സ്ട്രെങ്ത്, അതായത് നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ തീരുമാനിച്ചു, ഉറപ്പിച്ച് യെസ് എനിക്കിത് വേണം എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്ത എന്താണോ അവിടെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുക എന്ന രീതിക്ക് ഇവിടെ ഒരു ഓപ്ഷൻ, ഒരു കാർഡ് കാണുന്നുണ്ട്. ഓക്കെ, സോ 2 തരത്തിലും ഇത് കരിയറിലാവാം, റിലേഷൻഷിപ്സിലാവാം, എന്തിലും ആവാം. ഓക്കെ, അത് ഓർക്കണേ. ഇപ്പോൾ ബന്ധങ്ങളിലാണെങ്കിൽ, റിലേഷൻഷിപ്സിലാണെങ്കിൽ നിങ്ങൾ പെട്ടു എന്ന് തോന്നേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ പെട്ട് നിൽക്കുകയാണെന്ന് തോന്നരുത്. അവിടെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കാം. ഏതൊരു സിറ്റുവേഷനും നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത്, അതിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ തന്നെ ശ്രമിക്കണം എപ്പോഴും. ഓക്കെ, അതിനുള്ള പക്ഷെ എന്താ, നിങ്ങളെ പേടികൾ ഉണ്ടാവാം, മനസ്സിലെ ഫിയേഴ്സ്, പേടികൾ. നമ്മൾ തന്നെ ചിന്തിക്കും എനിക്ക് സാധിക്കില്ല എന്ന് തോന്നും, അല്ലെങ്കിൽ തോന്നും നമുക്ക് ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും, ഇതെന്താവും, ഞാൻ ചെയ്തിട്ട് ശരിയായില്ലെങ്കിലോ, ഇങ്ങനെ 100 നമ്മുടെ മൈൻഡിൻ്റെ ചിന്തകളാണ്. ഓക്കെ, അതാണ് നമുക്ക് ബ്ലോക്കേജസ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരു കാര്യം അത്രത്തോളം വേണം. നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ ഒരു നല്ലൊരു ഓഫറാണ്. അത് എന്ത് തന്നെ ആയാലും ശരി, അത് എടുക്കാൻ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് നിങ്ങളുടെ മൈൻഡാണ്. ഓക്കെ, നിങ്ങളോട് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട് ഇവിടെ. സോ എന്തെങ്കിലും ഓഫർ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെടുക്കാം, അതിനുവേണ്ടി ശ്രമിക്കൂ എന്നാണ്. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്തോ നല്ലത് വരുന്നതാണ് കാണുന്നത് എനിക്ക്. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് അഡ്വൈസ് കൂടി എടുക്കാം. ഹെൽത്തിൻ്റെ എന്തോ പെട്ടെന്ന് ഐസൊലേഷൻ അഗൈൻ. ഹെൽത്തിൻ്റെ ഞാൻ പറഞ്ഞത് വീണ്ടും ഐസൊലേഷൻ. ഓക്കെ, പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ഉദ്ദേശിക്കുന്ന ട്രാവലിംഗ് കാണുന്നുണ്ട്. ഓക്കെ, ഹീലിംഗ്. വാവ്, ഇന്നെന്താ ഹെൽത്ത്, ഐ തിങ്ക് മേ ബി ഒരുപാട് ആൾക്കാർ ഐ തിങ്ക് സ്ട്രെങ്ത്, കറേജ്. ഓക്കെ, നമ്പർ 8 രണ്ടും 8 ആണ് നമ്പർ ആക്ച്വലി. നത്തിങ്നെസ്. ഓക്കെ, നത്തിങ്നെസ് ആൻഡ് ലെറ്റിംഗ് ഗോ. ഓക്കെ, നിങ്ങളോട് ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട്. അഗൈൻ ഇവിടെ 8 ഓഫ് സോർട്സ് നമുക്ക് പറയാം, ചില ലെറ്റിംഗ് ഗോ എന്ന് പറയും. അതായത് നിങ്ങൾ എന്താണോ തടസ്സപ്പെടുത്തുന്നത്, ചിലതിനെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ചില ചിന്താഗതികളുണ്ടല്ലോ. ഓക്കെ, അതിനെ ആയിരിക്കാം മാറ്റേണ്ടത്. ഓക്കെ, എന്തിനേക്കോ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കാനുണ്ട് എന്ന രീതിയിലാണ്. ഓക്കെ, ലെറ്റിംഗ് ഗോ പലതരത്തിലാവട്ടോ. ഓക്കെ, എന്തെങ്കിലും സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യുന്നതായിരിക്കാം, മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്കുന്നതായിരിക്കും ആർക്കെങ്കിലും, ചിലപ്പോൾ അങ്ങനത്തെ ലെറ്റ് ഗോ ആയിരിക്കാം. സോ മെനി തിങ്സ്. ഓക്കെ, ഐസൊലേഷൻ ആൻഡ് ഹീലിംഗ് വീണ്ടും കാണുന്നുണ്ട്. സോ ഇത് രണ്ടും പറയുന്ന ഹെൽത്തിനെ കുറിച്ച് തന്നെയാണ്. ഓക്കെ, ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ വല്ലാതെ ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്ത ആൾക്കാർക്ക് ഇന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ മെസ്സേജ് ഉണ്ട്. നിങ്ങളോട് ഇന്ന് ഐ തിങ്ക് കാണുന്നത് നിങ്ങൾ തൽക്കാലം റെസ്റ്റ് എടുക്കുക. ഓക്കെ, ഒരല്പം ഓൾറെഡി റെസ്റ്റിലായിരുന്നു, നിങ്ങളിങ്ങനെ ഐസൊലേറ്റ് ആയിട്ട് ഇരിക്കുന്ന പോലെ, അതായത് പെട്ട് നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു കൂട്ടിലടച്ചൊരു ഫീലിംഗ്, അല്ലെങ്കിൽ തനിച്ചിരിക്കേണ്ടി വന്നു, അങ്ങനെയൊക്കെ പല സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായി. തനിച്ചാവുക എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങൾ സിവിയർ എന്താ പറയുക അസുഖമാകുമ്പോൾ എല്ലാവരും കുറച്ചൊന്ന് മാറി നിൽക്കുക, അങ്ങനെ വലുതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഹീലിംഗ് വരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അതാണ് നേരത്തെയും ഹീലിംഗിന്റെ കാർഡാണിത്. ദിസ് ഇസ് എ കാർഡ് ഓഫ് ഹീലിംഗ്. ഓക്കെ, ഏസ് ഓഫ് കപ്സ് വരുമ്പോൾ നമ്മൾ ഹീലിംഗിന്റെ കാർഡാണ്. മരുന്ന്, മെഡിസിൻ, അല്ലെങ്കിൽ നമ്മളൊരു കെയർ ചെയ്യുന്ന കാര്യം. ഓക്കെ, ഹെൽത്ത് വൈസ് നിങ്ങൾ ബെറ്റർ ആവുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. സോ ഹീലിംഗ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഓക്കെ ആവും. ഓക്കെ, വിഷമിക്കണ്ട അതൊരു സ്പെഷ്യൽ അഷ്വറൻസ് ആർക്കൊക്കെ കേൾക്കാനുണ്ട്. കുറച്ച് സമയം കൊടുക്കുക, റെസ്റ്റ് എടുക്കുക. ആക്ച്വലി അതൊരു റെസ്റ്റിൻ്റെ ഒരു പീരീഡായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. ഓക്കെ, റെസ്റ്റ് എടുക്കുക, കാരണം നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുത്ത് നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോകേണ്ടതാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കിട്ടിയത് ഇപ്പോൾ തൽക്കാലം ആ രീതിക്ക് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പലതും ഉണ്ടാവും, എനിക്ക് മനസ്സിലാവും. ബട്ട് ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ഓക്കെ, ബോഡിക്ക് കൂടി ചില സമയത്ത് നമുക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്. സോ എടുത്തേ പറ്റൂ.
ഓക്കെ, പാർട്ടിസിപ്പേഷൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് ഇവിടെ പറയുന്നത് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, ജോലിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സോ പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോജക്റ്റായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതോ ഒക്കെ ആയിരിക്കാം. ഓക്കെ, മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാനോ സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് സക്സസ് വരും എന്ന രീതിക്കായിരിക്കാം. കറേജ് കാണുന്നുണ്ട്, വീണ്ടും സ്ട്രെങ്ത്, കറേജ്. അഗൈൻ ഞാൻ പറഞ്ഞു, നിങ്ങളോട് ധൈര്യം വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ. യെസ്, അഗൈൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് ധൈര്യത്തിൽ പോവൂ എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ട്രാവലിംഗ് കാണുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ലിറ്ററൽ നമ്മൾ ശരിക്കും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു യാത്ര എന്ന രീതിക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് നമ്മുടെ മെന്റൽ ബ്ലോക്കേജിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്ന കാര്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ജേർണി എന്നെടുത്തോളൂ. ഓക്കെ, ഒരു മുന്നോട്ടൊരു ആക്ച്വലി നമ്പർ 8 ആണ് കേട്ടോ, ഇതും 8 ആണ്. ഓക്കെ, എങ്ങനെ എടുത്തോളൂ, ഈ ബ്ലോക്സിൽ നിന്ന് നിങ്ങൾ തന്നെ പുറത്ത് വരാൻ. ഓക്കെ, ആ ട്രാവലിംഗ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ നിന്ന്, ഞാൻ അതാ പറഞ്ഞ മൈൻഡിന്റെ ഒരു മാറ്റം, നിങ്ങളുടെ ലൈഫിന്റെ സിറ്റുവേഷനെ ഒന്ന് മാറ്റിയെടുക്കുക, ആ രീതിക്കുള്ള ഒരു കാർഡാണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങളോട് പറയുന്ന ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ മേ ബി ഇത് ലിറ്ററലി ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ജോലിക്ക് വേണ്ടി ട്രാവലിംഗ് ആവാം, ആരോഗ്യ ഈവൻ ഹെൽത്തിന് വേണ്ടി വല്ല ട്രാവലിംഗ് ആയിരിക്കാം, കുറച്ച് പേർക്ക് ഓക്കെ എന്തായാലും ഒരു മൂവിങ് മൂവ്മെന്റ് ഒക്കെ കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ലിറ്ററലി ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ലൈഫിന്റെ ഒരു മൂവ്മെന്റ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. കറേജ് ഞാൻ പറഞ്ഞു. ഓക്കെ, നത്തിങ്നെസ് ഉണ്ട് ഇവിടെ. ഇത് നത്തിങ്നെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഐ തിങ്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്തും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം തരുന്നതായിട്ട് കണക്കായി. ഇത് ബ്ലാങ്ക് അല്ലേ, ഇതിവിടെ ബ്ലാങ്ക് ആണ്. പക്ഷെ ഇതിൽ നിന്ന് എന്താ ചെയ്യേണ്ടത്, എന്താ വേണ്ടത് എന്നുള്ളത് ഐ തിങ്ക് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നത്തിങ്നെസ് നമുക്ക് യുനോ ഒരു ചേഞ്ചിൻ്റെ ഒരു സമയമായിട്ട് എടുത്തോളൂ. ഇപ്പോൾ ഒരു പീരിയഡ് ഓഫ് ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റക്കായിട്ട് തോന്നുന്നു, ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം എന്തോ ഒരു മാറ്റം വരാൻ പോകുന്നു എന്ന രീതിക്ക് എടുത്തോളൂ. ഓക്കെ, സോ ഇതിൽ നിന്ന് ഈ ബ്ലാങ്ക് പേജിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണോ വേണ്ടത് നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.